സോ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ക്ലാസ് 6 അതുപോലെ തന്നെ 7th ഈ രണ്ട് ക്ലാസ്സുകളിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ NCERT ഡീറ്റെയിൽസ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ 7ാം ക്ലാസ്സിലെ NCERTയിലെ ഹിസ്റ്ററിയാണ് കറന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഹിസ്റ്ററിയിലെ ചാപ്റ്റർ 1 and 2 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ആൻഡ് യു ഹാവ് ടു വാച്ച് ഇറ്റ്. ഓക്കെ, പിന്നെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 3 ആണ്. അപ്പം ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇന്നലെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഇന്ത്യനെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഇന്ത്യയെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യനെ എസ്പെഷ്യലി 10th to ഒരു 1857 വരെയുള്ള ഈ ഒരു കാലഘട്ടത്തിലേക്ക്, സോ 1857ന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലൈക്ക് വി ക്യാൻ കോൾ ഇറ്റ് ലൈക്ക് 1757 ഇറ്റ്സെൽഫ്. ഓക്കെ, സോ 1757 വരെയുള്ള ഒരു കാലഘട്ടത്തേക്ക്, ഏകദേശം ഒരു 700 വർഷ കാലഘട്ടത്തേക്ക് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഒരു നോർത്ത് ആൻഡ് സൗത്ത് ഡിവൈഡ് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നോർത്തിലേക്ക് മോസ്റ്റ്ലി നോക്കുകയാണെങ്കിൽ അവിടേക്ക് മുസ്ലിം ഇൻവേഷൻ വരുന്ന ഒരു കാലഘട്ടമാണിത്. അതുകൊണ്ട് തന്നെ നോർത്ത് ഭരിച്ചിട്ടുണ്ടായിരുന്നത് പ്രധാനമായിട്ടും ഡൽഹി സുൽത്താനേറ്റ്സും അതിനുശേഷം മുഗൾ റൂളേഴ്സും ആയിരുന്നു. എന്നാൽ സൗത്ത് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ഡിഫറെന്റ് ആയിട്ടുള്ള ഹിന്ദു റൂളേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ സൗത്ത് ഇന്ത്യയിലുള്ള ഡിഫറെന്റ് റൂളേഴ്സ്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ, മെയിൻസ് ആസ്പെക്റ്റിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾ, ഇതൊക്കെ ഇന്നലത്തെ ക്ലാസ്സുകളിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഏരിയ ആണ്. നോർത്ത് ഇന്ത്യയിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്, എസ്പെഷ്യലി 10th സെഞ്ചുറി മുതൽ 1757 വരെയുള്ള ഒരു കാലഘട്ടത്തിലേക്ക്. കാരണം 1757ന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സമയത്താണ് എന്ത് നടക്കുന്നത്, ബാറ്റിൽ ഓഫ് പ്ലാസി നടക്കുന്നത്. ഓക്കെ, ബാറ്റിൽ ഓഫ് പ്ലാസി നടക്കുന്നത്. ഈ ബാറ്റിൽ ഓഫ് പ്ലാസി നടന്നതോട് കൂടിയിട്ട് എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സമയം ആയതോട് കൂടിയിട്ട് ബ്രിട്ടീഷുകാർക്ക് എന്ത് ചെയ്തു, ഇന്ത്യക്കാരുടെ മുകളിൽ ഒരു ആധിപത്യം കിട്ടി. ഓക്കെ, അതിനുശേഷം പിന്നീട് നമ്മൾ കാണുന്നത് മോഡേൺ ടൈം അല്ലെങ്കിൽ മോഡേൺ എറയാണ്. ഇപ്പൊ മോഡേൺ എറ എന്ന് പറയുന്ന സമയത്ത് അതോട് കൂടിയിട്ട് ബ്രിട്ടീഷ് റൂളുകൾ 1757 ശേഷം ബ്രിട്ടീഷുകാർ അവരുടെ ആധിപത്യം ഉറപ്പിക്കുന്ന ഒരു സമയമാണ് നമുക്ക് പിന്നീട് എന്ത് ചെയ്യുന്നത്, കാണുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും, ഇല്ലേ? ആ കാര്യങ്ങൾ നിങ്ങൾ മൈൻഡിൽ വെച്ചുകൊണ്ടായിരിക്കണം ഇനി അങ്ങോട്ടേക്കുള്ള ക്ലാസ്സുകൾ ശ്രദ്ധിക്കേണ്ടത്. സോ ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നോർത്ത് ഇന്ത്യയിൽ എസ്പെഷ്യലി 10th സെഞ്ചുറി ഓൺവേർഡ്സ് ഉള്ള കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ AD 1000 മുതൽ നടക്കുന്ന കാര്യങ്ങൾ. കുറെ കൂടെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ AD 900 മുതലുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 900 എന്ന് പറയുന്ന സമയത്ത് 900 to 1000 എന്ന് പറയുന്നത് 10th സെഞ്ചുറിയാണ്. ഓക്കെ, സോ 900 ഓൺവേർഡ്സ് വരെയുള്ള ഓൺവേർഡ്സ് മുതലുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. അപ്പം ഇന്ത്യയെ സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ സബ് കോണ്ടിനെന്റ് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലൊക്കേഷൻ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ഡൽഹി. ഓക്കെ, സോ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഡൽഹിയാണ്. ഓക്കെ, ബട്ട് ഈ ഡൽഹിയെ നമ്മൾ ഇന്ത്യനെ ജോഗ്രഫിക്കലി കൺസിഡർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യയിലേക്ക് എൻട്രി, ലാൻഡ് വഴി എൻട്രി കിട്ടുന്ന ഒരേ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ പ്രദേശത്ത് കൂടെയാണ്. ഓക്കെ, പഞ്ചാബ് ഹരിയാനയുടെ ഈ ഒരു, അതായത് നോർത്ത് വെസ്റ്റ് ഏരിയ, ഇതാണ് ഇന്ത്യയുടെ നോർത്ത്, ദിസ് ഈസ്റ്റ്, ദിസ് ഇസ് വെസ്റ്റ് ആൻഡ് ദിസ് ഇസ് സൗത്ത്. അപ്പൊ ഈ നോർത്ത് വെസ്റ്റ് ഏരിയയിലൂടെ മാത്രമേ ഇന്ത്യയിലേക്ക് എൻറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. കാരണം ഈ എൻറ്റയർ റീജിയനിൽ ഹിമാലയാണ്. ഓക്കെ, ഈ എൻറ്റയർ റീജിയനിലേക്ക് ഹിമാലയാണ്. ഈസ്റ്റേൺ സൈഡിലേക്ക് വരുന്ന സമയത്ത് എവർഗ്രീൻ ഫോറസ്റ്റ് ആണ്, എവർഗ്രീൻ ഫോറസ്റ്റ് ആണ്. അപ്പം ഇതിലൂടെയൊക്കെ എൻട്രി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട് ആണ്. പിന്നെ സ്വാഭാവികമായിട്ടും എൻട്രി കിട്ടുന്ന ഒരേ ഒരു ഏരിയ നോർത്ത് വെസ്റ്റ് റീജിയൻ ആണ്. കാരണം ഇതിലൂടെ ഇപ്പൊ നമ്മുടെ കേരളത്തിലെ പാലക്കാട് ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, സോ ദ സെയിം വേ ഇവിടെ ഹിമാലയത്തിന് ബ്രേക്ക് ഉണ്ട്. അപ്പം ആ ബ്രേക്ക് ഉള്ളത് കൊണ്ട് ആ ഒരു ബ്രേക്കിലൂടെ അല്ലെങ്കിൽ ആ പാതകളിലൂടെ ഈ പറയുന്ന നോർത്ത് വെസ്റ്റേൺ റീജിയനിൽ നിന്ന്, അല്ലെങ്കിൽ എസ്പെഷ്യലി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുഗൾ, പേർഷ്യ, ഓക്കെ, മംഗോൾ അല്ലെങ്കിൽ പേർഷ്യ, ഗ്രീക്ക്, അവിടെ നിന്നൊക്കെയുള്ള ആളുകൾക്ക് ഇങ്ങോട്ടേക്ക് എൻറ്റർ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ഏരിയ ഈ ഒരു ഏരിയയാണ് നോർത്ത് വെസ്റ്റ്. ആ നോർത്ത് വെസ്റ്റ് ഏരിയനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു ഏരിയയാണ് എന്തെന്ന് പറയുന്നത് ഡൽഹി. അപ്പൊ സ്വാഭാവികമായിട്ടും കണ്ടിന്യൂസ് ആയിട്ടുള്ള ആക്രമണങ്ങൾക്ക് വിധേയമാകുന്ന ഒരു പ്രദേശം കൂടിയാണ് ഡൽഹി എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇത്തരത്തിൽ ജോഗ്രഫിയായിട്ട് കണക്ട് ചെയ്ത് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പം ഡൗട്ട് വന്നേക്കാം, ലൈക്ക് ഈ രൂപത്തിലൊക്കെ പറയേണ്ടതുണ്ടോ എന്നുള്ളത്. പക്ഷെ ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ജോഗ്രഫിയും അതുപോലെ തന്നെ ഹിസ്റ്ററിയും മിക്സ് ചെയ്ത് കണക്ട് ചെയ്തുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് പറയുന്നത് UPSCക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പൊ UPSC ഒരു തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു, വൈ ദ പാനിപ്പത്ത് ഇസ് എ ഗ്രേവ്യാർഡ്, അല്ലെങ്കിൽ വൈ പാനിപ്പത്ത് ഇസ് renowned ഫോർ സോ മെനി ബാറ്റിൽസ് ഫോർ വാർ. അപ്പൊ പാനിപ്പത്തിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ് എന്നുള്ള രൂപത്തിലേക്ക് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു.
ഇപ്പൊ പാനിപ്പത്ത് എന്ന് പറയുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഒരുപാട് ഒന്നാം പാനിപ്പത്ത് യുദ്ധം, രണ്ടാം പാനിപ്പത്ത് യുദ്ധം, മൂന്നാം പാനിപ്പത്ത് യുദ്ധം, ഇങ്ങനെ ഒരുപാട് യുദ്ധങ്ങൾ നടന്നിട്ടുള്ള ഒരു ഏരിയയാണ് പാനിപ്പത്ത് എന്ന് പറയുന്നത്. അപ്പം അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ് എന്നുള്ള രൂപത്തിൽ UPSC മെയിൻസ് എക്സാമിനേഷനിൽ 10 മാർക്കിന് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പം ഈ ജോഗ്രഫിയും ഹിസ്റ്ററിയും ഇറ്റ് ഈസ് വെരി മച്ച് ക്ലോസ്ലി കണക്റ്റഡ്. ഇപ്പൊ നമ്മൾ ആൻഷ്യന്റ് ആൻഡ് മിഡീവൽ ഹിസ്റ്ററി ആ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്ത സമയത്തും ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, UPSC ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, വാട്ട് ആർ ദ ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ദാറ്റ് ലെഡ് ടു റൈസ് ഓഫ് ദി മഗധ. മഗധയുടെ അല്ലെങ്കിൽ മഗധ എംപയർ ഒരു ശക്തിയായിട്ട് വളരുന്നതിൽ കാരണമായിട്ടുള്ള ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് എന്താണ്? ഇത്തരത്തിൽ ജോഗ്രഫിയും ഹിസ്റ്ററിയും കണക്ട് ചെയ്തുകൊണ്ടായിരിക്കും ഒരുപാട് ചോദ്യം വരുന്നത്. അപ്പം ഏതൊരു പ്രദേശവും നിങ്ങൾ അല്ലെങ്കിൽ ഏതൊരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് നിങ്ങൾ പഠിക്കുമ്പോൾ അതിന്റെ ലൊക്കേഷൻ ഇസ് വെരി വെരി സിഗ്നിഫിക്കൻറ്റ്. അപ്പൊ നമ്മൾ ഇതിലേക്ക് തന്നെ വരുന്ന സമയത്ത് ഈ നോർത്ത് വെസ്റ്റ് റീജിയനിലൂടെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, എൻട്രി ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പല സമയത്തും ലൈക്ക് ഡൽഹിയിലേക്ക് ആരെങ്കിലും ഒരാൾ അധികാരത്തിലേക്ക് വരും, സ്വാഭാവികമായിട്ടും നോർത്ത് വെസ്റ്റിൽ നിന്ന് വീണ്ടും ആക്രമണങ്ങൾ വരും. അപ്പം ഇയാൾ എന്ത് ചെയ്യും, അധികാരത്തിൽ നിന്ന് പോകും, പുതിയ ആൾ വരും, വീണ്ടും ആക്രമണങ്ങൾ വരും. ഇങ്ങനെ നിരന്തരം ആക്രമണങ്ങൾക്ക് വിധേയമായിട്ടുള്ള ഒരു ഏരിയയാണ് ഡൽഹി എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ആലോചിക്കാവുന്ന ഒരു കാര്യമാണ്, ഇങ്ങനെ ഇത്രത്തോളം ആക്രമണങ്ങൾ ഉണ്ടാകുന്ന ഒരു പ്രദേശമാണെങ്കിൽ ഈ ഡൽഹി മാറ്റിയിട്ട് കുറെ കൂടെ സുരക്ഷിതമായിട്ടുള്ള ബംഗാളോ അല്ലെങ്കിൽ ലൈക്ക് കുറെ കൂടെ ഇന്ത്യയുടെ സെൻട്രലിലേക്കൊക്കെ ഈ ഒരു ക്യാപിറ്റൽ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നുള്ള ആക്രമണങ്ങൾ കുറെ കൂടെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലേ എന്നൊരു ചോദ്യം നമുക്ക് വന്നേക്കാം. അപ്പം ഇതേ ഒരു ചോദ്യം മുഹമ്മദ് ബിൻ തുഗ്ലക് എന്ന് പറയുന്ന MBD, മുഹമ്മദ് ബിൻ തുഗ്ലക് എന്ന് പറയുന്ന, ഓക്കെ ഇത് ആരാ എന്താന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പഠിക്കും. ഇപ്പൊ ജസ്റ്റ് ഒരു ചെറിയൊരു സ്റ്റോറി ഡൽഹിയുടെ സിഗ്നിഫിക്കൻസ് പറയാൻ വേണ്ടിയിട്ട് മാത്രം പറയുന്നതാണ്. അപ്പൊ മുഹമ്മദ് ബിൻ തുഗ്ലക്കിനും ഇതേ ഒരു ഐഡിയ തോന്നി. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഇവിടെയുള്ള മുഴുവൻ ആളുകളെയും കൂട്ടിയിട്ട്, ഓക്കെ ഈ ഡൽഹിയിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ സൈന്യം, അദ്ദേഹത്തിന്റെ ആ നാട്ടിലുണ്ടായിരുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകള്, ഓക്കെ അതായത് കുട്ടികളും വൃദ്ധന്മാരും അടങ്ങുന്ന എല്ലാ ആളുകളെയും ഈ ഒരു എൻറ്റയർ നഗരത്തിന് ഇതേപോലെ സൗത്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. എസ്പെഷ്യലി കർണാടകയിലെ നോർത്തേൺ കർണാടകൻ റീജിയനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അങ്ങനെ ഈ എൻറ്റയർ ഏരിയ ക്രോസ് ചെയ്തുകൊണ്ട് അദ്ദേഹം, അതായത് ഒരാളല്ല വരുന്നത്, ഒരു എൻറ്റയർ രാജ്യം, ഒരു രാജാവ്, അദ്ദേഹത്തിന്റെ പരിവാരകര്, അദ്ദേഹത്തിന്റെ സൈന്യം, അദ്ദേഹം ഭരിച്ചിരുന്ന മൊത്തം ആ ഒരു പ്രദേശത്തുള്ള മുഴുവൻ ജനങ്ങൾ, ഇത്രയും ആളുകളെയും കൂട്ടിയിട്ട് അദ്ദേഹം സൗത്ത് ഇന്ത്യയിൽ ഇങ്ങോട്ടേക്ക് വന്നു. ഇവിടെ വന്ന സമയത്ത് കുറെ കൂടെ സെക്യൂർ ആണ്, അദ്ദേഹത്തിന് ആർക്കും അത്ര പെട്ടെന്ന് ആക്രമിക്കാൻ പറ്റില്ല. ഇനി ഇവിടേക്ക് ആരെങ്കിലും വരികയാണെങ്കിൽ പോലും ഇവിടെ ഒരു സൈന്യത്തിനെ വെച്ചുകൊണ്ട് തിരിച്ചാക്രമിച്ചാൽ മതി, പെട്ടെന്ന് ഒരാൾ വരുമ്പോൾ തന്നെ ആക്രമിച്ച് കീഴടക്കാനൊന്നും കഴിയില്ല എന്ന ഒരു ധാരണയിൽ അദ്ദേഹം ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. പക്ഷെ പിന്നെയാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഇതാണ് ഒരു അധികാര കേന്ദ്രം എന്ന് പറയുന്നത്. ഇദ്ദേഹം ഇങ്ങോട്ടേക്ക് പോയതോട് കൂടിയിട്ട് പിന്നെ ഓട്ടോമാറ്റിക്കലി ഇവിടുന്ന് ഈസിലി ഇങ്ങോട്ടേക്ക് അറ്റാക്ക് വന്ന് ഈ ഒരു എൻറ്റയർ ഏരിയ പിടിച്ചെടുക്കാൻ ഈസി ആയിട്ട് മാറി. സ്വാഭാവികമായിട്ടും ഇവിടേക്കുള്ള ആക്രമണങ്ങളുടെ അളവ് കൂടി, ഇദ്ദേഹത്തിന് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് റിയാക്ട് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് എന്തുകൊണ്ട് ഡൽഹി സിഗ്നിഫിക്കന്റ് ആണ് എന്നുള്ളത്. കാരണം ഈ നോർത്ത് വെസ്റ്റ് ഏരിയയിൽ നിന്ന് വരുന്ന ആക്രമണങ്ങളെ ഏറ്റവും പെട്ടെന്ന് പ്രതിരോധിക്കണമെന്നുണ്ടെങ്കിൽ രാജാവും അദ്ദേഹത്തിന്റെ സൈനികരും ഇവിടെ തന്നെ ഉണ്ടാവണം. ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിലെ പോലെ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈഫൈ ഇങ്ങനത്തെ ലൈക്ക് കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ്. അപ്പം ഇവിടുന്ന് ഒരു ഇൻഫർമേഷൻ ഇവിടെ എത്തി രാജാവ് അതിനെ തിരിച്ചിങ്ങോട്ടേക്ക് അയക്കുമ്പോഴേക്കും അതിന്റെ ബാക്കിൽ ഈ ആക്രമിച്ച് കീഴടക്കിയിട്ടുള്ള ആൾക്കാർ ഇങ്ങോട്ടേക്ക് എത്തും, ഇത്രയും പ്രദേശം കൂടെ നഷ്ടപ്പെടും. നേരെ മറിച്ച് ഡൽഹിയിൽ തന്നെയാണ് എന്നുണ്ടെങ്കിൽ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ കുറെ കൂടെ ഈസിയാണ്, പെട്ടെന്ന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എല്ലാ യുദ്ധങ്ങളും നടന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു പാനിപ്പത്തിലായിരുന്നു. എല്ലാ രാജാക്കന്മാരും പിടിച്ചെടുക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് ഡൽഹിയുമായിരുന്നു. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഡൽഹി ഇസ് ലൈക്ക് വെരി മച്ച് സിഗ്നിഫിക്കന്റ് ആണ്. ഇനി നമ്മൾ ഡൽഹിയുടെ ചരിത്രവും അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയുടെ ചരിത്രമാണ് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ ഡൽഹിയുടെ ചരിത്രം പഠിക്കുന്ന സമയത്ത് ഡൽഹിയിലെ ഒരു ആദ്യത്തെ റൂളേഴ്സ് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ടോമേഴ്സ് ആയിരുന്നു. ഓക്കെ, ടോമേഴ്സ് അല്ലെങ്കിൽ ടൊമാറസ് എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, ടൊമാറസ് അല്ലെങ്കിൽ ടോമേഴ്സ് എന്ന് പറയുന്നു. സോ ഇവരായിരുന്നു ഒരു ഇനീഷ്യൽ ആയിട്ട് ഡൽഹി ഭരിച്ചിരുന്നത്. ഞാൻ പറയുന്നത് ഈ ഒരു പീരീഡ് ആണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ 900 to 1000 ഈ ഒരു കാലഘട്ടത്തിൽ ആദ്യം വരുന്ന റൂളേഴ്സ് എന്ന് പറയുന്നത് ടോമേഴ്സ് അല്ലെങ്കിൽ തോമാർസ് ആണ്. ഓക്കെ, ഈ തോമാർസിനെ പിന്തുടർന്നുകൊണ്ട് പിന്നീട് വരുന്നത് ചൗഹാൻസ് അല്ലെങ്കിൽ ചവാൻസ് ആണ്. ഓക്കെ, ചൗഹാൻസ്, യു ക്യാൻ ലൈക്ക് സ്റ്റഡി ഇറ്റ് ആസ് ചൗഹാൻസ് ഇറ്റ്സെൽഫ്. ഈ ചൗഹാനിലെ പ്രധാനപ്പെട്ട ഒരു റൂളറെ കുറിച്ചിട്ട് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് പേര് മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. കാരണം ഈ ബോളിവുഡിനുള്ള ഒരു ശീലമാണ് എന്തും എല്ലാ ബയോപിക്കും എല്ലാ ലൈക്ക് ആളുകളെ എടുത്തിട്ട് അവരുടെയൊക്കെ പേരിൽ ബയോപിക്കുകൾ ക്രിയേറ്റ് ചെയ്ത് വിടുക എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തില് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബയോപിക് ആയിരുന്നു പൃഥ്വിരാജ് ചൗഹാന്റെ. ഓക്കെ, പൃഥ്വിരാജ് ചൗഹാൻ. ആക്ച്വലി പൃഥ്വിരാജ് ചൗഹാൻ എന്ന് പറയുന്നത്
പൃഥ്വിരാജ് മൂന്നാമനാണ്. ഓക്കെ, പൃഥ്വിരാജ് ചൗഹാൻ. ഈ ചൗഹാൻ ഡൈനാസ്റ്റിയിലെ ഏറ്റവും ഒരു അവസാനത്തെ റൂളർ എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന പൃഥ്വിരാജ് മൂന്നാമൻ അല്ലെങ്കിൽ പൃഥ്വിരാജ് ചൗഹാൻ. അപ്പം ഇദ്ദേഹം ആയിരുന്നു പിന്നീട്, അല്ലെങ്കിൽ ചൗഹാൻ ഡൈനസ്റ്റി ആയിരുന്നു, ടോമസിന് ശേഷം പിന്നീട് ചൗഹാൻ ഡൈനസ്റ്റി ആയിരുന്നു ഈ പറയുന്ന ഡൽഹി ഭരിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ, ഹസ്ന ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഫൈൻ, ഗുഡ്. അപ്പം ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇപ്പം കറന്റ്ലി ഓക്കെ, ഇപ്പൊ കാലഘട്ടം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1192. ഓക്കെ, ഒരു 900 മുതൽ 1000 വരെയുള്ള കാലഘട്ടത്തിൽ ടോമേഴ്സ് ആണ് ഭരിക്കുന്നത്. ഒരു 990 കാലഘട്ടമൊക്കെ ആകുമ്പോൾ, എസ്പെഷ്യലി ലൈക്ക് 980 990 ഇടയ്ക്ക് പതുക്കെ ചൗഹാൻസ് റേസ് ചെയ്യുന്നു. ചൗഹാൻസ് പല പ്രദേശങ്ങളും ടോമസിന്റെ അടുത്ത് നിന്ന് പിടിച്ചെടുക്കുന്നു. പിന്നീട് ഒരു 1000 കാലഘട്ടം മുതൽ 1192 വരെയുള്ള കാലഘട്ടത്തിൽ ചൗഹാൻസ് ആണ് ഡൽഹി ഭരിക്കുന്നത്. ഓക്കെ, സോ ഒരു 1000 to 1192 വരെയുള്ള ഈ ഒരു കാലഘട്ടത്തിലേക്ക് ചൗഹാൻസ് ആണ് ഭരിക്കുന്നത്. ഇതിനിടയ്ക്ക് പല രാജാക്കന്മാരും ഇവിടെ മാറി മാറി വരുന്നുണ്ട്. അങ്ങനെ 1191. ഓക്കെ, ഫസ്റ്റ് നമുക്ക് 1191 കേസ് എടുക്കാം. അപ്പം 1191 ആയ സമയത്ത് ഞാൻ പറഞ്ഞ പോലെ ഈ നോർത്ത് വെസ്റ്റിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഒരു ആക്രമണം വരികയാണ്. ഓക്കെ, സോ ഈ വരുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊങ്കോൾസ് ആണ്. ഓക്കെ, ഈ മൊങ്കോൾസിന്റെ ആക്രമണം ഭയന്നുകൊണ്ടായിരുന്നു പണ്ട് കാലത്ത് ചൈന വൻമതിലൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതേപോലെ തന്നെ ഈ മൊങ്കോൾസ് ഇന്ത്യയിലേക്ക് കടന്നു വരികയാണ്. അപ്പൊ ആ കടന്നു വരുന്നത് ആ ആളെ ചിലപ്പോൾ നിങ്ങൾ കേട്ട് പരിചയം ഉണ്ടായിരിക്കും. ഇന്നലെ നമ്മൾ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുഹമ്മദ് ഗോറി. ഓക്കെ, മുഹമ്മദ് ഗോറി വരികയാണ് 1192 കാലഘട്ടത്തിൽ. അങ്ങനെ 1192 മുഹമ്മദ് ഗോറി വരുന്നു. പക്ഷെ പൃഥ്വിരാജ് ചൗഹാൻസ് ഓഫ് ദി അജ്മീർ എന്നാണ് പറയാറുള്ളത്. ഓക്കെ, സോ പൃഥ്വിരാജ് ചൗഹാൻ മോസ്റ്റ്ലി ഇവരുടെ ഒരു പ്രദേശം, ചൗഹാൻസിന്റെ ഒരു പ്രദേശം എവിടെയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് ഇനീഷ്യലി അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, ചൗഹാൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു നോർത്തേൺ നർമ്മദ റീജിയനിലാണെങ്കിൽ പോലും പിന്നീട് അവരുടെ സ്ട്രോങ് റീജിയൻ ആയിട്ട് മാറുന്നത് പഞ്ചാബ് അടക്കമുള്ള പ്രദേശമാണ്. ഓക്കെ, അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പറയുന്ന നർമ്മദയുടെ ഇവിടെയാണ് നമുക്ക് നർമ്മദ റിവർ വരുന്നത്. ഓക്കെ, അതിന് താഴെയായിട്ട് താപ്തി റിവർ വരുന്നുണ്ട്. അപ്പം ഈ ഒരു നർമ്മദ റിവറിന്റെ നോർത്തേൺ പ്രദേശത്തു നിന്നാണ് ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് ഇവർ ഡൽഹിയൊക്കെ കീഴടക്കിയിട്ട്, കാരണം അന്ന് ഇവർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നത് ടോമേഴ്സ് ആയിരുന്നു. സോ ടോമേഴ്സിനെ കീഴടക്കിയിട്ടാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, ചൗഹാൻസ് ഈ പ്രദേശമൊക്കെ പിടിച്ചെടുക്കുന്നത്. പിന്നീട് അവര് പഞ്ചാബ് എന്ന് പറയുന്നത് അന്നും ഇന്നും ഫലഭൂയിഷ്ടമായിട്ടുള്ള ഒരു പ്രദേശമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൂടെയാണ് ഇൻഡസ് റിവർ ഒക്കെ എന്ത് ചെയ്യുന്നത്, ഒഴുകുന്നത്. ഇൻഡസിന്റെ ലൈക്ക് ട്രിബ്യൂട്ടറീസ് ഒക്കെ ഒഴുകുന്നത് ഈ ഒരു പ്രദേശത്തൂടെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ഫലഭൂയിഷ്ടമായിട്ടുള്ള ഈ പഞ്ചാബ് പ്രദേശമൊക്കെ പിടിച്ചെടുത്ത് പിന്നീട് അവരൊരു സ്ട്രോങ് ഏരിയ ആയിട്ട് പഞ്ചാബ് ഒക്കെ മാറുന്നുണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് എ ലേറ്റർ ഹിസ്റ്ററി. ഓക്കെ, സോ പൃഥ്വിരാജ് ചൗഹാന്റെ ഒക്കെ ഒരു കാലഘട്ടം ആകുമ്പോഴേക്കും പഞ്ചാബ് അവരുടെ ഒരു സ്ട്രോങ് ഹോൾഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പം ഈ ഒരു സമയത്താണ് ആര് വരുന്നത്, മുഹമ്മദ് ഗോറി. ഓക്കെ, മുഹമ്മദ് ഗോറി എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിലേക്ക് ആക്രമിച്ചു വരുന്നത്. ആ സമയത്ത് പൃഥ്വിരാജ് ചൗഹാൻ ഇസ് ലൈക്ക് എ വെരി സ്ട്രോങ് റൂളർ. ഓക്കെ, വെരി സ്ട്രോങ് റൂളർ. അപ്പൊ അതുകൊണ്ട് മുഹമ്മദ് ഗോറിയെ 1191 ഓക്കെ ബാറ്റിൽ ഓഫ് താറൈൻ ഓർ ലൈക്ക് തെറൈൻ, ബാറ്റിൽ ഓഫ് തെറൈനിൽ എന്ത് ചെയ്യുന്നുണ്ട്, 1191 ബാറ്റിൽ ഓഫ് തെറൈൻ ഫസ്റ്റ്. ഈ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് തെറൈനിൽ പൃഥ്വിരാജ് ചൗഹാൻ മുഹമ്മദ് ഗോറിയെ പരാജയപ്പെടുത്തുകയാണ്. സോ ഹി ഗോട്ട് ഡിഫീറ്റഡ്. അങ്ങനെ മുഹമ്മദ് ഗോറി തിരിച്ചുപോയി. അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിന്റെ കുറെ കൂടെ വലിയൊരു സൈന്യമായിട്ട് 1192 വീണ്ടും തിരിച്ചു വരികയാണ്. അങ്ങനെ 1192 അദ്ദേഹം തിരിച്ചു വരുന്നു. ആ സമയത്ത് പൃഥ്വിരാജ് ചൗഹാനെ അദ്ദേഹം പരാജയപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, മുഹമ്മദ് ഗോറി പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തുന്നു. അതോട് കൂടിയിട്ട് ചൗഹാൻസും ഇവിടെ ഇല്ലാതായി. ഓക്കെ, ഇപ്പൊ ഈ പറയുന്ന തോമസ് ഇല്ലാതായി. ഓക്കെ, ദെൻ ചൗഹാൻസും ഇല്ലാതായി. അങ്ങനെ രണ്ട് ഡൈനാസ്റ്റീസ് അവിടെ ഇല്ലാതായിട്ടുണ്ട് 1192 ആയതോട് കൂടിയിട്ട്. അങ്ങനെ 1792 മുതൽ പിന്നീടുള്ള കുറച്ചു കാലത്തേക്ക് ഈ ഒരു പ്രദേശം ഇങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം പിന്നീട് ഒരു 1206 ഒക്കെ ആകുന്ന സമയത്ത് മുഹമ്മദ് ഗോറി എന്ത് ചെയ്യുന്നുണ്ട്, തിരിച്ചു പോകുന്നുണ്ട്. അങ്ങനെ ലൈക്ക് ഈ സമയത്ത് 1192 തന്നെ മുഹമ്മദ് ഗോറി വന്ന് തിരിച്ചു പോയിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് മുഹമ്മദ് ഗോറിയുടെ അണ്ടറിലുള്ള ഒരു പ്രദേശമായിട്ടാണ് ഡൽഹി നിലനിൽക്കുന്നത്. പക്ഷെ 1206 ആയതോട് കൂടിയിട്ട് മുഹമ്മദ് ഗോറിക്ക് പിന്നെ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആകുന്നു. അങ്ങനെ 1206 ഒക്കെ ആകുന്ന സമയത്ത് ഇവിടേക്ക് പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇദ്ദേഹത്തിന്റെ ഒരു അടിമ പിന്നീട് അധികാരത്തിലേക്ക് വരികയാണ്. ഓക്കെ, 1206 സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു അടിമയ്ക്ക് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അധികാരം ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ വരുന്ന ആ ഒരു അടിമ, ഓക്കെ, സ്ലേവ്. ഓക്കെ, അങ്ങനെയാണ് എന്ത് വരുന്നത്, സ്ലേവ് ഡൈനാസ്റ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഏതൊക്കെ ഡൈനാസ്റ്റീസ് ആണെന്നുള്ളത് പഠിക്കും. എന്നിട്ട്
അതിലെ പ്രധാനപ്പെട്ട റൂളേഴ്സ് ആരൊക്കെയാണ് എന്നുള്ളതും കൂടെ പഠിക്കും. ഓക്കെ, സോ അങ്ങനെ 1206 ആയ സമയത്ത് സ്ലേവ് ഡൈനസ്റ്റി വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഈ സ്ലേവ് ഡൈനസ്റ്റി തുടങ്ങുന്നത് മുതൽ അല്ലെങ്കിൽ 1206 മുതലാണ് ഡൽഹിയിൽ പിന്നീട് അങ്ങോട്ടേക്ക് ഒരു പെർമനന്റ് ആയിട്ടുള്ള മുസ്ലിം അഡ്മിനിസ്ട്രേഷൻ വരുന്നത്. ഓക്കെ, സോ വി ക്യാൻ സേ ദാറ്റ് ദ ഡൽഹി സുൽത്താനേറ്റ് റൂൾ സ്റ്റാർട്ടഡ് ഫ്രം ഡൽഹി സുൽത്താനേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു 1206 എന്നുള്ളത് പറയാം. ഓക്കെ, സോ 1206 ആ ഡൽഹി ഭരിച്ചിരുന്ന ആ ഒരു രാജാവ് ആരായിരുന്നു എന്നുള്ളത് അറിയോ? എനി ഐഡിയ ഹു വാസ് ദാറ്റ് റൂളർ? യെസ്, എക്സാക്ട്ലി. ഓക്കെ, കുത്തബുദ്ദീൻ ഐബക്ക്. അപ്പം അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു സ്മാരകം ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇന്ത്യയിലെ തന്നെ ചരിത്ര സ്മാരകങ്ങളുടെ ഏറ്റവും കൂടുതൽ ഉയരം കൂടിയിട്ടുള്ള ഒരു സ്മാരകം. സോ എനിവൺ നോസ്? അദ്ദേഹം പണി കഴിപ്പിച്ചത്, ഓക്കെ, അദ്ദേഹത്തിന്റെ സ്മരണ എന്നുള്ളതല്ല, അദ്ദേഹം പണി കഴിപ്പിച്ച ഒരു സ്മാരകമുണ്ട്, ഒരു ചരിത്ര സ്മാരകം. കുത്തബുദ്ദീൻ ഐബക്ക് പണി കഴിപ്പിച്ച ഒരു ചരിത്ര സ്മാരകമുണ്ട്. ഏതാണെന്നറിയാം? എനി ഐഡിയ? നിങ്ങൾ ഈ വൺ മാൻ ഷോ സിനിമ കണ്ടിട്ടുണ്ടോ, ജയറാമിന്റെ? ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? യെസ്, എക്സാക്ട്ലി. ഓക്കെ, അതായത് ജയറാമിന്റെ ഒരു വൺ മാൻ ഷോ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. അതിൽ നമ്മുടെ ഈ കോടീശ്വരം പോലത്തെ ഒരു പരിപാടി ഉണ്ട്. അതിൽ ഏറ്റവും അവസാനം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, സോ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ചരിത്ര സ്മാരകങ്ങളിൽ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ ചരിത്ര സ്മാരകമാണ് ഈ പറയുന്ന കുത്തബ് മിനാർ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ചോദിക്കുന്നത് രണ്ട് ഓപ്ഷൻസ് ആണ് നിൽക്കുന്നത്. ഒന്ന് കുത്തബ് മിനാറും രണ്ടാമത്തേത് താജ്മഹലും. അപ്പൊ ഇതിൽ ഏറ്റവും ഉയരം കൂടിയ ചരിത്ര സ്മാരകം എന്ന് പറയുന്നത് താജ്മഹലാണ്. രണ്ടാമത്തെ ഏറ്റവും വലുത്, ഓക്കെ സോറി, ഏറ്റവും ഉയരം കൂടിയത് താജ്മഹലാണ്. രണ്ടാമത് ഏറ്റവും ഉയരം കൂടിയത് കുത്തബ് മിനാറാണ്. ഓക്കെ, കുത്തബ് മിനാറാണ്. അപ്പം ഈ കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ആരായിരുന്നു ആ സമയത്തുള്ള ഒരു റൂളർ എന്നുള്ളത്? കുത്തബുദ്ദീൻ ഐബക്ക് ആണ്. ഓക്കെ, കുത്തബുദ്ദീൻ ഐബക്ക് ആണ് ആ സമയത്തുള്ള റൂളർ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, സോ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ, ഫൈൻ. കാരണം ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇത്രത്തോളം ഡെപ്തിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു ഇൻവേഷനോ അല്ലെങ്കിൽ ഈ ഡൽഹിയിൽ മുമ്പുണ്ടായിരുന്ന റൂളേഴ്സ് ആരായിരുന്നു, ഇത്രത്തോളം ഡെപ്തിലേക്ക് പോവില്ല. ഓരോ ഡൈനാസ്റ്റീസ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ റെഗുലർ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇപ്പൊ തന്നെ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, പ്രോപ്പർ ആയിട്ട് പറഞ്ഞു തരുന്നത്. ഓക്കെ, സോ അങ്ങനെ 1206 ആവുന്നു. അതോടുകൂടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡൽഹി സുൽത്താനേറ്റ്സ് ആരംഭിക്കുകയാണ്. അങ്ങനെ 1206 മുതൽ പിന്നീട് 1290 വരെയുള്ള ഒരു കാലഘട്ടം. ഓക്കെ, ഏകദേശം ഒരു 100 വർഷത്തോളം വരുന്നുണ്ട്. ഓക്കെ, ടു ബി അപ്രോപ്രിയേറ്റ് 84 വർഷത്തോളം വരുന്ന ആ ഒരു കാലഘട്ടത്തിലേക്ക് ഡൽഹി സുൽത്താനേറ്റ്സിലെ സ്ലേവ് ഡൈനസ്റ്റിയാണ് ഈ ഒരു പീരീഡിൽ അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ അധികാരത്തിൽ നിലനിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, സോ ഈ ഒരു കാലഘട്ടത്തിൽ ഡൽഹി സുൽത്താനേറ്റ്സിന്റെ ആദ്യത്തെ റൂളേഴ്സ് ആയിട്ടുള്ള സ്ലേവ് ഡൈനസ്റ്റിയാണ് ഭരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് ഇവർക്ക് സ്ലേവ് ഡൈനസ്റ്റി എന്നുള്ള പേര് കിട്ടി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാരണം ഇതിൽ ആദ്യത്തെ റൂളർ ആയിട്ട് വരുന്നത് കുത്തബുദ്ദീൻ ഐബക്ക് ആണ്, ആൻഡ് ഹി വാസ് എ സ്ലേവ്. ഓക്കെ, അതിനുശേഷം വരുന്ന ഒന്ന് രണ്ട് റൂളേഴ്സും സ്ലേവ് ഡൈനസ്റ്റി തന്നെയാണ്. അതേപോലെ തന്നെ ഈ സ്ലേവ് ഡൈനസ്റ്റിക്ക് മറ്റൊരു പേരും കൂടെ ഉണ്ട്, മംലൂക്ക് ഡൈനസ്റ്റി. ഓക്കെ, മംലൂക്ക് ഡൈനസ്റ്റി. അങ്ങനെ 1290 ആയി. അങ്ങനെ 1290 ആയ സമയത്ത് ഇവിടെ വീണ്ടും ഒരു അധികാര മാറ്റം നടക്കുകയാണ്, അധികാര കൈമാറ്റം നടക്കുകയാണ്. അപ്പം ഇവിടുത്തെ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സമയത്തേക്ക് പുറത്തു നിന്നുള്ള ഒരുപാട് ആളുകൾ ഇന്ത്യയിലേക്ക് എത്തി. ഇവരൊക്കെ ഇന്ത്യയിൽ സെറ്റിൽഡ് ആയിട്ടുണ്ട്. അങ്ങനെ പുതിയ ഒരു റേസ് അല്ലെങ്കിൽ ഒരു പുതിയ നമ്മൾ എന്താ പറയാ, പുറത്തുനിന്നുള്ള ആൾക്കാർ, ഇപ്പം ആംഗ്ലോ ഇന്ത്യൻസ് എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പൊ അതുപോലെ ഒരു പുതിയ വംശം നമ്മുടെ ഇന്ത്യയിൽ എമേർജ് ചെയ്തു വരികയാണ്. അതായത് പുറത്തു നിന്നുള്ള പേർഷ്യൻസ്, ഇറാനിയൻസ്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇവിടെ സെറ്റിൽ ആയിട്ടുണ്ട്. അപ്പം അവരൊക്കെ ഓരോ ഗോത്രങ്ങളായിട്ട് അല്ലെങ്കിൽ ഓരോ വംശങ്ങളായിട്ട് ഇവിടെ സെറ്റിൽഡ് ആയിട്ട് അവരുടെ വംശങ്ങൾ അങ്ങനെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്, ഒരു കാലഘട്ടമാണ്. അപ്പം അങ്ങനെ 1290 ആയ സമയത്ത് ഈ സ്ലേവ് ഡൈനസ്റ്റി പോയിട്ട് പകരം അവിടെ ഖിൽജി ഓർ ഖൽജി ഡൈനസ്റ്റി വരികയാണ്. ഓക്കെ, വരുന്ന സമയത്ത് ഖൽജി എന്നാണ് നമുക്ക് സാധാരണ കേട്ട് പരിചയം ഉണ്ടാകുന്നത്, ഗിൽജി എന്നൊക്കെ ആയിരിക്കും. കാരണം അലാവുദ്ദീൻ ഖിൽജി ഒക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പേര് എന്ന് പറയുന്നത്. ഓക്കെ, സലാവുദ്ദീൻ ഖിൽജിയുടെ ഖിൽജിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സിനിമയൊക്കെ ഉണ്ടായിരുന്നു, ലൈക്ക് രൺബീർ സിംഗോ, ദീപികയുടെ ഭർത്താവ് രൺബീർ സിംഗ് തന്നെയല്ലേ? ഹലോ, ഓക്കെ.
രൺബീർ സിംഗ് ആണ് കപൂർ ആണ്. അതിന് ലൈക്ക് ദീപികയുടെ ഭർത്താവായിട്ടുള്ള അങ്ങേര് അഭിനയിച്ചിട്ടുള്ള ഒരു പടം ഉണ്ടായിരുന്നു, ലൈക്ക് അലാവുദ്ദീൻ ഖിൽജിയുടെ ഒരു പടം ഉണ്ടായിരുന്നു. ഓക്കെ, ജസ്റ്റ് വേണം നിങ്ങൾക്ക് ഒന്ന് ഗൂഗിൾ ചെയ്തൊക്കെ നോക്കാവുന്നതാണ്. സോ എനിവേ ഈ ഒരു അലാവുദ്ദീൻ ഖിൽജി എന്ത് ചെയ്യുന്നുണ്ട്, പിന്നീട് അധികാരത്തിലേക്ക്, ലൈക്ക് അലാവുദ്ദീൻ ഖിൽജി ഒക്കെ ഉൾപ്പെടുന്ന ആ ഒരു ഖിൽജി ഡൈനസ്റ്റിയാണ് 1290 മുതൽ, ഓക്കെ 1290 മുതൽ പിന്നീട് കുറച്ച് കാലത്തേക്ക്, എസ്പെഷ്യലി ലൈക്ക് ഒരു 30 വർഷത്തേക്ക് 1320 വരെയുള്ള ഒരു കാലഘട്ടത്തിലേക്ക് പിന്നീട് അധികാരത്തിലേക്ക് വരുന്നത് ഈ പറയുന്ന ഖിൽജി അല്ലെങ്കിൽ ഖൽജി ഡൈനസ്റ്റിയാണ്. ഓക്കെ, അങ്ങനെ 1320 അങ്ങനെ 1320 മുതൽ പിന്നീട് വീണ്ടും ഒരു അധികാര കൈമാറ്റം നടക്കുകയാണ്. ഓക്കെ, അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. 1320 ശേഷം പിന്നീട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട 3 റൂളേഴ്സ് ഉൾപ്പെടുന്ന ഒരു പുതിയ വിഭാഗം അധികാരത്തിലേക്ക് വരികയാണ്. 1320 മുതൽ 1414 വരെയുള്ള കാലഘട്ടത്തിലേക്ക് ഇന്ത്യ ഭരിച്ചിരുന്നത് തുഗ്ലക് ഡൈനസ്റ്റിയാണ്. ഓക്കെ, തുഗ്ലക് ഡൈനസ്റ്റിയാണ്. നിങ്ങൾ പലപ്പോഴും ഈ തുഗ്ലക് എന്നുള്ള വാക്ക് ചിലപ്പം കേട്ടിട്ടുണ്ടായിരിക്കും, തുഗ്ലക് പരിഷ്കാരങ്ങൾ എന്നൊക്കെ ഉള്ളത്. ഓക്കെ, പലപ്പോഴും ന്യൂസ് പേപ്പറിലൊക്കെ വരാറുണ്ട്. അപ്പൊ മുഖ്യമന്ത്രിയൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രിമാരൊക്കെ പുതിയ പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ അത് പൊട്ടമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വിഡ്ഢിത്തമായിട്ടുള്ള ഒരു തീരുമാനമാണ് എന്നുണ്ടെങ്കിൽ അതിനെ തുഗ്ലക് പരിഷ്കാരങ്ങൾ എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഈ തുഗ്ലക് പരിഷ്കാരങ്ങൾ എന്ന് അതിനെ വിശേഷിപ്പിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, ഈ തുഗ്ലക് ഡൈനസ്റ്റിയിലെ പ്രധാനമായിട്ടും 3 റൂളേഴ്സ് വരുന്നുണ്ട്. ഒന്നാമത്തേത് ഗിയാസുദ്ദീൻ തുഗ്ലക്, രണ്ടാമത് വരുന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക് MBD, പിന്നെ വരുന്നത് ഫിറോസ് ഷാ തുഗ്ലക് FST. ഓക്കെ, സോ അതായത് GST, MBT, FST, ഗിയാസുദ്ദീൻ തുഗ്ലക്, മുഹമ്മദ് ബിൻ തുഗ്ലക്, ഫിറോസ് ഷാ തുഗ്ലക്. ഇതിൽ ഈ പറയുന്ന മുഹമ്മദ് ബിൻ തുഗ്ലക് എന്ന് പറയുന്നത് ഹി വാസ് എ സ്കോളർ. ഓക്കെ, സ്കോളർ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരുപാട് ആൾക്ക് ഭയങ്കര വിവരമാണ്, ഒരുപാട് ലൈക്ക് ഐഡിയാസ് ഒക്കെ ഉണ്ട്. അദ്ദേഹത്തിന്റെ പല ഐഡിയാസും കാലത്തിന് മുമ്പേ സഞ്ചരിച്ചിട്ടുള്ള ഐഡിയാസ് ഒക്കെ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ഐഡിയ ആയിരുന്നു ഈ പറഞ്ഞ പോലെ ഡൽഹിയിൽ നിന്ന് എന്ത് ചെയ്യണം, ഈ കേന്ദ്രത്തിന് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ തലസ്ഥാനത്തിന് സൗത്ത് ഇന്ത്യയിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തീരുമാനം എന്ന് പറയുന്നത്. അത് വലിയൊരു മണ്ടത്തരമായിട്ട് മാറി. ഒരുപാട് ആളുകൾക്ക് അതിലൂടെ ജീവൻ നഷ്ടപ്പെട്ടു, ഒരുപാട് സമ്പത്ത് നഷ്ടപ്പെട്ടു. ഓക്കെ, ഒരുപാട് സമ്പത്ത് നഷ്ടപ്പെട്ടു. പിന്നെ അത് മാത്രമല്ല, ഇദ്ദേഹം ഇങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ഇവിടേക്ക് ഒരുപാട് ശത്രുക്കളുടെ ആക്രമണം ഉണ്ടായിട്ട് ഒരുപാട് പ്രദേശങ്ങളൊക്കെ നഷ്ടപ്പെടാനൊക്കെ കാരണമായി. പക്ഷെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള അറ്റാക്കുകളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ബട്ട് എനിവേ ഈ ഒരു പ്രദേശം നഷ്ടപ്പെട്ടതോട് കൂടിയിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ചെറിയ നാട്ടുരാജാക്കന്മാരൊക്കെ സ്ട്രോങ് ആയിട്ട് വരുന്നതിനൊക്കെ ഇതൊരു കാരണമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം ഇത്തരത്തിൽ ഒരുപാട് നഷ്ടം ഉണ്ടാക്കിയിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു ഈ പറയുന്ന ഒരു തലസ്ഥാന മാറ്റം അല്ലെങ്കിൽ ഷിഫ്റ്റിംഗ് ഓഫ് ദ ക്യാപിറ്റൽ സിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇത് ഞാൻ ഇപ്പോൾ പറയുന്ന ഓരോ കാര്യവും നിങ്ങൾക്ക് ഇപ്പം ഈവൻ എത്തിക്സില് എസ്സേയിലൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പം ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഇദ്ദേഹത്തിന്റെ ഒരു ഡിസിഷൻ ആയിരുന്നു, ബട്ട് ഹി ലാക്ക്ഡ് ദ ഫോർസൈറ്റ്. ഓക്കെ, അതിനുള്ള ഒരു ഫോർസൈറ്റ് അദ്ദേഹത്തിന് മിസ്സായി, ഒരു ദീർഘവീക്ഷണം. ആ ദീർഘവീക്ഷണം കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഹി വുഡൻ ഹാവ് ടേക്കൺ ദിസ് ആക്ഷൻ. അപ്പൊ ഒരു ഫോർസൈറ്റ് ഇല്ലാത്ത ആക്ഷൻസ് ഇറ്റ് വിൽ ലീഡ് ടു കറ്റാസ്ട്രോഫ്, ഓക്കെ, അല്ലെങ്കിൽ ഡിസാസ്റ്റർ. ഈ രൂപത്തിലെ എത്തിക്സിലോ എസ്സേയിലൊക്കെ നിങ്ങൾക്ക് ഒരു ആൻസർ ഫ്രെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന എക്സാമ്പിൾ ആണ് മുഹമ്മദ് ബിൻ തുഗ്ലക്. അതേപോലെ തന്നെ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ടോക്കൺ കറൻസിനെ കുറിച്ച് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഈ ടോക്കൺ കറൻസി സിസ്റ്റം എന്ന് പറയുന്നതും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിന്റെ ഒരുപാട് മുമ്പായിരുന്നു. ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന കറൻസിനെയാണ് നമ്മൾ ടോക്കൺ കറൻസി എന്ന് പറയുന്നത്, പേപ്പർ കറൻസി. അപ്പൊ അതുപോലത്തെ ഒരു സിസ്റ്റം അന്ന് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നോക്കി, അതും പാളിപ്പോയി. പിന്നെ അതല്ലാതെ ഈ സോൾജിയേഴ്സിനെ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, എസ്പെഷ്യലി ലൈക്ക് ഖുറാസാൻ എക്സ്പെഡീഷൻ എന്ന് പറയും. ഓക്കെ, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ ഹിസ്റ്ററി ഇത് പ്രോപ്പർ ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കും. അപ്പൊ ഇത്തരത്തിൽ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സൈനികർക്ക് മുൻപേ സാലറി കൊടുക്കുക. ഓക്കെ, അപ്പൊ ഓൾറെഡി സാലറി കിട്ടിക്കഴിഞ്ഞാൽ അവർ ഭയങ്കര ലൈക്ക് ആക്റ്റീവായിട്ട് എനർജിയിൽ യുദ്ധം ചെയ്യും എന്നുള്ള കൺസെപ്റ്റില് മുൻകൂട്ടി സാലറി കൊടുത്തു. ഇത്തരത്തിൽ ഒരുപാട് മണ്ടൻ തീരുമാനങ്ങൾ MBTയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം ഹി വാസ് എ വെൽ റിനൗൺഡ് സ്കോളർ. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മറ്റാരേക്കാളും പാണ്ഡിത്യവും അറിവും അതുപോലെ തന്നെ ഒരുപാട് ഭാഷകളിലുള്ള പരിജ്ഞാനം ഒക്കെ ഉണ്ടായിരുന്നു. സോ ഇറ്റ് ഷോസ് ദാറ്റ് നോളജ് അലോൺ കനോട്ട് സേവ് എ പേഴ്സൺ. Knowledge alone cannot save a person. He should have the wisdom. Okay, he should have the wisdom, foresight. അപ്പൊ ഈ രൂപത്തിൽ ചോദ്യം വരുന്ന സമയത്ത് മുഹമ്മദ് ബിൻ തുഗ്ലക് എന്ന് പറയുന്നതാണ് ദ റൈറ്റ് പേഴ്സൺ ഫോർ യുവർ ഇൻട്രൊഡക്ഷൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ആർഗ്യുമെന്റ് ഒക്കെ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ മുഹമ്മദ് ബിൻ തുഗ്ലക്. ഓക്കെ, അപ്പൊ ഹിസ്റ്ററിയിലൊക്കെ നിങ്ങൾ പഠിക്കുന്ന ഓരോ കാര്യവും നോട്ട് ചെയ്ത് വെക്കുക. അതിനൊക്കെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസും യൂസും ഒക്കെ നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെ നമ്മൾ തുഗ്ലക് ഡൈനസ്റ്റിയെ കുറിച്ച് ഡിസ്കസ് ചെയ്തു.
തുഗ്ലക് ഡൈനസ്റ്റിയിലെ പ്രധാനപ്പെട്ട 3 റൂളേഴ്സ് ഉണ്ടായിരുന്നു എന്നുള്ളത് പറഞ്ഞു. തുഗ്ലക് ഡൈനസ്റ്റിയുടെ ഒരു കാലഘട്ടമൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1414 വരെ. ഓക്കെ, 1320 മുതൽ 1414 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യ ഭരിച്ചിട്ടുണ്ടായിരുന്നത് തുഗ്ലക് ഡൈനസ്റ്റിയാണ്. ഓക്കെ, അങ്ങനെ 1414 വീണ്ടും ഒരു അധികാര മാറ്റം നടക്കുകയാണ്. അങ്ങനെ 1414 മുതൽ പിന്നീട് 1451 വരെയുള്ള ഒരു ചെറിയ കാലഘട്ടം. ഓക്കെ, ആ ഒരു ചെറിയ കാലഘട്ടത്തിലേക്ക് പിന്നീട് അധികാരത്തിലേക്ക് എത്തുന്നത് സയ്യിദ് ഡൈനാസ്റ്റിയാണ്. ഓക്കെ, സയ്യിദ് ഡൈനാസ്റ്റി. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ഡൈനാസ്റ്റീസ് ആരൊക്കെയാന്നുള്ളത് നോക്കുക. ഫസ്റ്റ് 1206 മുതൽ 1290 വരെയുള്ള ഒരു കാലഘട്ടത്തിലേക്ക് മംലൂക്ക് അല്ലെങ്കിൽ സ്ലേവ് ഡൈനസ്റ്റി വരുന്നുണ്ട്. 1290 മുതൽ 1320 വരെയുള്ള കാലഘട്ടത്തിലേക്ക് ഗിൽജി ഡൈനസ്റ്റി അല്ലെങ്കിൽ ഗൽജി ഡൈനസ്റ്റി വരുന്നുണ്ട്. 1320 മുതൽ 1414 വരെയുള്ള ഒരു കാലഘട്ടത്തിലേക്ക് തുഗ്ലക് ഡൈനസ്റ്റി വരുന്നുണ്ട്. ഓക്കെ, ഇനി തുഗ്ലക് ഡൈനസ്റ്റി കഴിഞ്ഞ് 1414 മുതൽ 1451 വരെയുള്ള കാലഘട്ടത്തിലേക്ക് സയ്യിദ് ഡൈനസ്റ്റി വരുന്നു. ഓക്കെ, ദെൻ 1451 ശേഷം, ഓക്കെ, 1451 ശേഷം പിന്നീട് 1500 ഏകദേശം 26 വരെയുള്ള ഈ ഒരു സമയത്ത് അധികാരത്തിലേക്ക് വരുന്നത് ലോധി ഡൈനസ്റ്റിയാണ്. ഓക്കെ, സോ ഡൽഹി സുൽത്താനേറ്റ്സ് അല്ലെങ്കിൽ സുൽത്താനേറ്റ് ഡൈനാസ്റ്റിയിലുള്ള മേജർ ഡൈനാസ്റ്റീസ് ആരൊക്കെയാണ്, അവരുടെ ടൈം പീരീഡ് എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഞാൻ ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആണോ? ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ഓക്കെ, ഫൈൻ. കാരണം ഈ ഓരോ ഇൻഫർമേഷനും നമുക്ക് ആവശ്യമുള്ളതാണ്. കാരണം കുറച്ച് കഴിയുമ്പോൾ ഇവിടെ നിന്നൊക്കെ വന്നിട്ടുള്ള പ്രിലിംസ് എക്സാമിനേഷനിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഇതുപോലെ നിങ്ങൾക്ക് കാണിച്ചു തരും. ഓക്കെ, സോ ഇവിടെ നിന്നൊക്കെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ആൻഡ് വി വിൽ ഡിസ്കസ് അബൌട്ട് ഇറ്റ്. ഓക്കെ, ജസ്റ്റ് ഒരു റീക്യാപ്പ്. ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ആ ഒരു ഡൈനാസ്റ്റീസ് അവരുടെ കാലഘട്ടം ഒന്ന് ഓർത്ത് വെക്കണം. സോ ഫോർ ദാറ്റ് പർപ്പസ് ഫസ്റ്റ് വരുന്നത് 1200 1206. ഓക്കെ, ദെൻ 1290 വരെയുള്ള കാലഘട്ടം. ഈ കാലഘട്ടത്തിലേക്ക് വരുന്നത് സ്ലേവ് ഡൈനസ്റ്റിയാണ് വരുന്നത്. ദെൻ 1290 മുതൽ 1320 വരെയുള്ള കാലഘട്ടം വരുന്നുണ്ട്. ദെൻ സ്ലേവ് ഡൈനസ്റ്റിക്ക് ശേഷം പിന്നീട് വരുന്നത് ഗൽജി ഡൈനസ്റ്റി അല്ലെങ്കിൽ ഗിൽജി ഡൈനസ്റ്റിയാണ്. ദെൻ 1320 ശേഷം 1414 വരെയുള്ള കാലഘട്ടം വരുന്നുണ്ട്. സോ 1320 മുതൽ ഇത്രയൊരു കാലഘട്ടത്തിലേക്ക് പിന്നീട് വരുന്നത് തുഗ്ലക് ഡൈനസ്റ്റിയാണ്. ദെൻ 1414 മുതൽ 1451 വരെയുള്ള ഈ ഒരു കാലഘട്ടത്തിലേക്ക് അധികാരത്തിലേക്ക് വരുന്നത് സയ്യിദ് ഡൈനാസ്റ്റിയാണ്. 1451 മുതൽ 1526 വരെയുള്ള കാലഘട്ടത്തിലേക്ക് അധികാരത്തിലേക്ക് വരുന്നത് ലോധി ഡൈനസ്റ്റിയാണ്. ഓക്കെ, സോ ഈ ഓരോ ഡൈനാസ്റ്റിയിലും വരുന്ന പ്രധാനപ്പെട്ട റൂളേഴ്സ് ആരൊക്കെയാണെന്നുള്ളത് യു വിൽ സ്റ്റഡി. ബട്ട് ഇവിടെ ചില ആളുകളെ മാത്രം എനിക്ക് മെൻഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗിൽജി ഡൈനസ്റ്റിയിൽ വരുന്ന അലാവുദ്ദീൻ ഗിൽജി തന്നെയാണ്. ഓക്കെ, അലാവുദ്ദീൻ ഖൽജി ഓർ അലാവുദ്ദീൻ ഗിൽജി. ഓക്കെ, സോ യു ക്യാൻ പ്രൊനൗൺസ് വാട്ട് എവർ വേ. സോ അലാവുദ്ദീൻ ഖൽജി. ദെൻ അതുപോലെ തന്നെ ലോധി ഡൈനാസ്റ്റിയിലെ ഏറ്റവും അവസാനത്തെ റൂളർ ആയിട്ടുള്ള ഇബ്രാഹിം ലോധി. ഓക്കെ, ഇബ്രാഹിം ലോധി. ഇവരെ രണ്ടുപേരെയും മാത്രം ജസ്റ്റ് ഒന്ന് ഇപ്പം ഓർത്ത് വെക്കുക. രണ്ട് പേരുകളാണ് ഇപ്പൊ പറഞ്ഞു തന്നിട്ടുള്ളത്. ഒന്ന് ഗിൽജി ഡൈനസ്റ്റിയിൽ വരുന്ന അലാവുദ്ദീൻ ഗിൽജി, രണ്ടാമത്തത് ലോധി ഡൈനാസ്റ്റിയിൽ വരുന്ന ഇബ്രാഹിം ലോധി എന്ന് പറയുന്നത്. ഈ ഗിൽജി ഡൈനസ്റ്റിയിലേക്ക് വരുന്ന സമയത്ത് അലാവുദ്ദീൻ ഗിൽജി എന്തുകൊണ്ട് സിഗ്നിഫിക്കന്റ് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹി വാസ് റൂത്ത്ലെസ്. ഓക്കെ, റൂത്ത്ലെസ് ആണ് ആൻഡ് മിലിറ്ററി ടാക്ടീഷ്യൻ ആണ്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഹി യൂസ്ഡ് ദി അയൺ ഫിസ്റ്റ്. ഓക്കെ, ഓർ ലൈക്ക് ബ്ലഡ് ആൻഡ് അയൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള റീഫോംസ് കൊണ്ടുവന്നിട്ടില്ല. അത്രയും സ്ട്രോങ് ആയിട്ട് മിലിറ്ററിയും അതുപോലെ തന്നെ ഭരണവും മുന്നോട്ടേക്ക് കൊണ്ടുപോയിട്ടുള്ള ഒരു റൂളറാണ് അലാവുദ്ദീൻ ഗിൽജി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക അദ്ദേഹത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നുള്ളത്. ആൻഡ് ഹി വാസ്, ആസ് ഐ സെഡ്, ഹി വാസ് എ മിലിറ്ററി ടാക്ടീഷ്യൻ. അപ്പം ഒരു യുദ്ധത്തിൽ, അന്നത്തെ കാലഘട്ടത്തിൽ ഒരു യുദ്ധത്തിനെ തീരുമാനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലൈക്ക് നിങ്ങളുടെ അറിവില്
അല്ലെങ്കിൽ നിങ്ങളുടെ ഇമാജിനേഷനിൽ എന്തായിരിക്കും? ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. ആ ഒരു മിഡീവൽ സമയത്ത് നിങ്ങൾ പലപ്പോഴും പല സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു മിഡീവൽ പീരീഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് യുദ്ധങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ ആ ഒരു പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുന്ന സമയത്ത് വാട്ട് യു തിങ്ക് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് that will decide the future of a war? അനഘ, എനി ഐഡിയ? വേദ, വാട്ട് യു തിങ്ക്? ഒരു യുദ്ധത്തിന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യം എന്തായിരിക്കാം? ആർക്കും അറിയില്ല. ലാൻഡ് ആണോ? ഡെഫിനറ്റ്ലി ലൈക്ക് ടെറിട്ടറി പ്ലേഡ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. ഓക്കെ, ഏത് ടെറിട്ടറിയിലാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത് എന്നുള്ളത് ഇറ്റ്സ് ഓക്കെ, അബ്സല്യൂട്ട്ലി ഇറ്റ് ഇൻഫ്ലുവൻസ്ഡ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാനിപ്പത്ത് ഒരു യുദ്ധക്കളമായിട്ട് മാറാനുള്ളത് ബിക്കോസ് ഓഫ് ദ ജോഗ്രഫി, ലൈക്ക് ടെറിട്ടറി തന്നെയാണ്. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് ടെറിട്ടറി, ലൈക്ക് യുദ്ധം ചെയ്യുന്നത് അല്ലെങ്കിൽ യുദ്ധത്തിൽ പങ്കെടുക്കുന്നത് ആരായിരിക്കും? സോൾജേഴ്സ്. യെസ്, എസ്പെഷ്യലി സോൾജേഴ്സ്. അപ്പൊ ആ സോൾജേഴ്സിന് എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ട്, അക്കോർഡിംഗ്ലി ആയിരിക്കും നമ്മുടെ യുദ്ധം വിജയിക്കുന്നത്, അല്ലെ? മിലിറ്ററി പവർ. യെസ്, എക്സാക്ട്ലി. സോ ഒരു രാജ്യത്തിന്റെ മിലിറ്ററി പവർ എത്രത്തോളം സ്ട്രോങ് ആണോ അത്രത്തോളം എന്തായിരിക്കും ആ രാജ്യം വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. സോ ദ മിലിറ്ററി പ്ലേസ് എ വെരി സിഗ്നിഫിക്കൻറ്റ് റോൾ. അതുകൊണ്ട് തന്നെ ഒരു സ്ട്രോങ് മിലിറ്ററി കൺട്രോൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള കാര്യമാണ് മാർക്കറ്റ് റീഫോം. ആര് കൊണ്ടുവന്നിട്ടുള്ളത്? അലാവുദ്ദീൻ ഖിൽജി. യെസ്, എക്സാക്ട്ലി. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് അലാവുദ്ദീൻ ഖിൽജിയെ കുറിച്ചിട്ടാണ്. അപ്പോൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ഒരു കാര്യമാണ് മാർക്കറ്റ് റീഫോം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോ റൂളേഴ്സിനെ കുറിച്ചും പഠിക്കുന്ന സമയത്ത് അവർ കൊണ്ടുവന്നിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി പഠിച്ചു വെക്കുക. അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് ബാക്കിയെല്ലാം നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, സോ ഫസ്റ്റ് മനസ്സിലാക്കി വെക്കുക മാർക്കറ്റ് റീഫോം. ഈ മാർക്കറ്റ് റീഫോമിന് അദ്ദേഹം കൊണ്ടുവന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചന്ത അല്ലെങ്കിൽ മാർക്കറ്റിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, മൂന്നായിട്ട് പ്രോപ്പറായിട്ട് ഡിവൈഡ് ചെയ്തു. സോ അതില് ഒന്ന് എന്ന് പറയുന്നത് ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഫോർ ദ സ്ലേവ് ആൻഡ് ദ അതർ വാസ് ഫോർ ദ ഹോഴ്സ് ആൻഡ് ദ അതർ മിലിറ്ററി എക്വിപ്മെന്റ്സ്, പിന്നെ സാധാരണ മാർക്കറ്റ്. അപ്പം ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡിവിഷൻസ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അന്നത്തെ കാലഘട്ടത്തിലൊക്കെ സ്ലേവ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി സിഗ്നിഫിക്കൻറ്റ്, സ്ലേവറി വളരെ സ്ട്രോങ് ആയിട്ട് നിലനിന്നിട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്ന് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ എത്തിക്സിലേക്ക് വരുന്ന സമയത്ത് അവിടെ നിങ്ങൾ പഠിക്കും, അതായത് നമ്മളൊരു സൊസൈറ്റിയുടെ അല്ലെങ്കിൽ സോഷ്യൽ പെർസ്പെക്റ്റീവിൽ നോക്കുന്ന സമയത്ത് പണ്ട് നമ്മൾ കണ്ടിരുന്ന പല കാര്യങ്ങളും ഇന്ന് നമുക്ക് തെറ്റായിട്ട് തോന്നും. ബട്ട് അന്നത്തെ കാലഘട്ടത്തിൽ ഇറ്റ് വാസ് എ നോർമൽ. സ്ലേവ് ആയിട്ട് നിൽക്കുക അല്ലെങ്കിൽ അടിമകളായിട്ട് ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് അന്ന് നോർമൽ ആയിരുന്നു. ബട്ട് ഇന്ന് നമ്മൾ നോക്കുമ്പം വി കൺസിഡർ സ്ലേവറി ആസ് എ ഹീനിയസ് ക്രൈം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ വളരെ കൃത്യമായിട്ട് ബോണ്ടഡ് ലേബർ, ഇതുപോലത്തെ ലൈക്ക് സ്ലേവറി ആയിട്ട് ബന്ധപ്പെട്ട ചൈൽഡ് ലേബർ, ഇങ്ങനത്തെ എല്ലാ കാര്യത്തിനും എന്ത് ചെയ്യുന്നുണ്ട്, ഫണ്ടമെന്റൽ റൈറ്റ് ഉപയോഗിച്ചിട്ട് അവിടെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യുന്നുണ്ട്, ലിമിറ്റ് ചെയ്യുന്നുണ്ട്, ഇല്ലാതാക്കുന്നുണ്ട്. ബട്ട് അന്നത്തെ കാലത്ത് ഇറ്റ് വാസ് എത്തിക്കൽ. ഓക്കെ, സ്ലേവറി എന്ന് പറയുന്നത് എത്തിക്. അതുകൊണ്ടാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പോലും പറഞ്ഞത് റിലേറ്റിവിറ്റി അപ്ലൈസ് ടു ഫിസിക്സ് ബട്ട് നോട്ട് ടു റിലേറ്റിവിറ്റി അപ്ലൈസ് ടു ഫിസിക്സ് ബട്ട് നോട്ട് ടു എത്തിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൽബർട്ട് ഐൻസ്റ്റീൻ. പക്ഷെ അതിനെ കോൺട്രാഡിക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതെന്ന് പറയുന്നത്. UPSC ഒരു തവണ ചോദിച്ചിട്ടുള്ളതായിരുന്നു, റിലേറ്റിവിറ്റി അപ്ലൈസ് ടു ഫിസിക്സ് ബട്ട് നോട്ട് ടു എത്തിക്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽബർട്ട് ഐൻസ്റ്റീൻ ഇതിൽ മീൻ ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിസിക്സിൽ നമ്മൾ റിലേറ്റിവിറ്റി പഠിച്ചിട്ടുണ്ട്, റിലേറ്റിവിറ്റി തിയറി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അറിയാത്തവർക്ക് കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ദെൻ ബട്ട് എത്തിക്സിലേക്ക് വരുന്ന സമയത്ത് അങ്ങനത്തെ ഒരു കാലഘട്ടത്തിന്റെ മാറ്റമൊന്നുമില്ല. എല്ലാ കാലഘട്ടത്തിലും നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള എത്തിക്സ് ഉണ്ടായിരിക്കണം. അതായത് ഫോർ എക്സാമ്പിൾ ലൈക്ക് ഹോണസ്റ്റി, എല്ലാ കാലഘട്ടത്തിലും ഹോണസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വി അപ്ഹെൽഡ് ദാറ്റ് പ്രിൻസിപ്പിൾ. ഹോണസ്റ്റ് ആയിരിക്കണം എന്നുള്ളതിനെ നമ്മൾ അപ്ഹെൽഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് കാലഘട്ടം മാറുന്നതിനനുസരിച്ച്, ഫ്രെയിം മാറുന്നതിനനുസരിച്ചിട്ടൊന്നും ഈ ഒരു സാധനത്തിൽ മാറ്റം വരാൻ പാടില്ല. അപ്പം റിലേറ്റിവിറ്റി അപ്ലൈസ് ടു ഫിസിക്സ് ബട്ട് നോട്ട് ടു എത്തിക്സ്. ഇത് UPSC ഓൾറെഡി എത്തിക്സിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ബട്ട് ദർ ആർ സം ടൈംസ് വെൻ ദ എത്തിക്സ് ഇസ് ആൾസോ റിലേറ്റീവ് ടു ദ സൊസൈറ്റി. അപ്പൊ എത്തിക്സ് എന്ന് പറയുന്നത്, അതായത് ഇപ്പൊ ലൈക്ക് നമ്മൾ പറയാറില്ലേ, എന്റെ എത്തിക്സ്, എന്റെ ധർമ്മബോധം, എന്റെ നീതിബോധം, ഇതൊക്കെ ഞാൻ ജീവിക്കുന്ന എന്റെ സൊസൈറ്റിയിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. അത് ലൈക്ക് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്നുണ്ടെങ്കിൽ, പണ്ട് നമ്മൾ പറയാറുണ്ടായിരുന്നു, ഇന്ത്യയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പബ്ലിക് ആയിട്ട് എന്ത് ചെയ്യാം, യൂറിനേറ്റ് ചെയ്യാം, ബട്ട് യു കനോട്ട് കിസ്. പക്ഷെ നിങ്ങൾ അമേരിക്കയിലേക്ക് പോകുന്ന സമയത്ത് അവിടെ പബ്ലിക് ആയിട്ട് യൂറിനേറ്റ് ചെയ്യാൻ പറ്റില്ല, ബട്ട് യു ക്യാൻ കിസ്. അപ്പം അത് അവിടെ എന്തുകൊണ്ട് നോർമലായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് അവിടുത്തെ സൊസൈറ്റിയുടെ നീതിബോധം അല്ലെങ്കിൽ അവിടുത്തെ സൊസൈറ്റിയുടെ ധർമ്മബോധമാണ്. അവിടെ അവർ പബ്ലിക്കായിട്ട് കിസ് ചെയ്യുന്നത് ഇറ്റ് ഇസ് പാർട്ട് ഓഫ് ദിയർ കൾച്ചർ.
അപ്പൊ അവിടെ ജീവിച്ച ഒരാളെ സംബന്ധിച്ചിട്ട് അതിലൊരു തെറ്റുമായിട്ട് അയാൾക്ക് കാണാൻ പറ്റില്ല. ബട്ട് നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിൽ ജീവിച്ച ഒരാളെ സംബന്ധിച്ചിട്ട് ഇറ്റ് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ. സോ ദാറ്റ് ഡിഫറൻസ് ഇസ് ദിയർ. ഈവൻ ലൈക്ക് ഞാൻ ഇന്നലെയോ 2 ദിവസം മുമ്പ് അങ്ങാണ്ട് സഞ്ചാരത്തിന്റെ ഒരു എപ്പിസോഡ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതില് സന്തോഷ് ജോർജ് കുളങ്ങര നടത്തുന്ന ഒരു കമ്പാരിസൺ ഉണ്ട്. അതായത് അമേരിക്കയിലൊക്കെ അവർക്കൊരു സന്തോഷം വരുന്ന സമയത്ത് അവർ ഡാൻസ് ചെയ്യും. ഓക്കെ, അതായത് പാരന്റ്സും അതുപോലെ കുട്ടികളും എല്ലാവരും കൂടെ ചേർന്നിട്ട് പബ്ലിക് പ്ലേസസിലൊക്കെ നിന്നുകൊണ്ട് അവർക്ക് ഡാൻസ് പാർട്ടീസ് ഉണ്ടായിരിക്കും. പക്ഷെ ഇവിടെ നമ്മൾ ഒരാൾ ഡാൻസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ലൈക്ക് നിങ്ങളോട് ആരോടെങ്കിലും ഒരാളോട് പബ്ലിക്കായിട്ട് ഡാൻസ് ചെയ്യാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ബി ഹെസിറ്റന്റ് ടു ഡു ദാറ്റ്. ഇപ്പം ആരായി കഴിഞ്ഞാലും ഇപ്പോഴാണ് ടു സം എക്സ്റ്റെന്റ് നമ്മൾ അതിന് ചേഞ്ചസ് ഉണ്ടായി വരുന്നത്. കുറെ കൂടെ നമ്മൾ മോഡേണൈസ് ആവുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു ചേഞ്ച് ഉണ്ടായി വരുന്നു. ബട്ട് ദ സെയിം ടൈം ദാറ്റ് എക്സിസ്റ്റ്. അപ്പം ആ ഒരു രണ്ട് സൊസൈറ്റിയിലുള്ള ഈ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് രണ്ട് സൊസൈറ്റിയുടെയും ധർമ്മബോധത്തിൽ നിന്ന് ഞാൻ എങ്ങനെ ബിഹേവ് ചെയ്യണം, ഞാൻ എങ്ങനെ പെരുമാറണം, ഞാൻ എങ്ങനെയായിരിക്കണം മറ്റുള്ള ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ടത്. അപ്പം ഇതിലൊക്കെ ഓരോ സൊസൈറ്റി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കൺസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് ഇറ്റ് വിൽ ബി ഡിഫറെന്റ്. സോ ദ സെയിം വേ സ്ലേവറി എന്ന് പറയുന്നത് അന്നത്തെ കാലഘട്ടത്തിലെ എ നോർമൽ ആയിരുന്നു, ബട്ട് നോട്ട് ടുഡേ. ഓക്കെ.